യഥാർത്ഥത്തിൽ വെളിച്ചെണ്ണയിൽ പാകം ചെയ്ത ഭക്ഷണം അത് ശരീരത്തിന് ദോഷമാണോ ഗുണമാണോ അതോ നമ്മൾ ഇന്ന് കാണുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം കാരണം വെളിച്ചെണ്ണയാണോ എന്നുള്ള ഒരു പഠനം അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുക്കിങ്ങിന് പറ്റിയ അതിപ്പം പൊരിക്കാനാണെങ്കിലും കറി വെക്കാനാണെങ്കിലും നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ഓയിൽ കുക്കിംഗ് ഓയിൽ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. പിന്നെ അത് എങ്ങനെ വിഷമയമായി അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ എങ്ങനെ നമുക്ക് ദോഷകരമായ ഒരു ഓയിലായി മാറി എന്നുള്ള ഒരു പഠനം കൂടി ഇതിൻ്റെ പുറകെ പോയി. നമ്മളിവിടെ ഓയിൽ പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് കോൾഡ് പ്രോസസ്സിംഗ് മെത്തേഡാണ്. തേങ്ങ ഉണക്കി കൊപ്രയാക്കുന്ന പ്രോസസ്സിംഗ് ആയാലും കൊപ്രയിൽ നിന്ന് കോക്കനട്ട് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ്സ് ആയാലും രണ്ടും കോൾഡ് പ്രോസസ്സിംഗ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഡ്രൈ ആക്കുന്നത് 2 ടൈപ്പ് ഡ്രയറാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഒന്ന് സോളാർ ഡ്രയർ, മറ്റൊന്ന് ബയോമാസ് ഉപയോഗിച്ചിട്ട് ഡ്രയർ. ഈ സോളാർ ഡ്രയറിൽ കംപ്ലീറ്റ്ലി ടെമ്പറേച്ചർ കൺട്രോൾഡ് ആണ്. ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ സിസ്റ്റം ഉണ്ട്. ബാക്കപ്പ് ടെമ്പറേച്ചർ കൊടുക്കാം. അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഓവറായി കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് ഫാൻ വഴി ടെമ്പറേച്ചർ പുറത്തേക്ക് പുഷ് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 5 ദിവസം വരെ 5 മുതൽ 6 ദിവസം വരെ എടുക്കും അതിൽ ഡ്രൈ ആയി എടുക്കുന്നതിന്. സ്ലോ പ്രോസസ്സിംഗ് ആണ്, സാവധാനമാണ് അതിൽ തേങ്ങ ഉണക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബയോമാസ് മെത്തേഡും. ബയോമാസിൽ അതുപോലെ തന്നെ ലിമിറ്റഡ് ടെമ്പറേച്ചറാണ് നമ്മൾ കൊടുക്കുന്നത്. അതും ഓൾമോസ്റ്റ് ഒരു 4 to 5 ഡേയ്സ് എടുത്തിട്ടാണ് തേങ്ങ ഉണക്കിയെടുക്കുന്നത്. ബയോമാസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മളെ ട്രഡീഷണൽ നമ്മൾ പണ്ട് കാലത്ത് ചേവ് കെട്ടി തേങ്ങ ഉണക്കിയിരുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ വിറക് കത്തിച്ചാണ് അതിൻ്റെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രഡീഷണൽ മെത്തേഡിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ മെത്തേഡിൽ പുക ഡയറക്റ്റ് ആയിട്ട് കൊപ്രയിലേക്ക് കൊള്ളുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. എന്നാൽ ഈ കേസിൽ പുക സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബൈപ്പാസ് ചെയ്ത് പുറത്തേക്ക് വിടും. ഈ ടെമ്പറേച്ചർ മാത്രമാണ് കൊപ്രയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു കൊപ്രയാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല വിളഞ്ഞ തേങ്ങ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് വന്ന് കഴിഞ്ഞിട്ട് തേങ്ങ നമ്മളിവിടെ കൊണ്ടുവന്ന് വെട്ടി ക്ലീൻ ചെയ്ത് നമ്മൾ ഡ്രയറിലേക്ക് ഉണക്കുന്നു. ഡ്രയറിൽ നമ്മൾ ഒരു 24 hours ഡ്രയറിൽ ഉണക്കിയതിന് ശേഷം നമ്മളതിൻ്റെ ചിരട്ട അഴിച്ചെടുക്കുന്നു. ഷെൽ റിമൂവ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 3 to 4 ഡേയ്സ് നമ്മൾ വീണ്ടും ഡ്രയറിൽ വെക്കുന്നു. അത് ഡിപ്പെൻസ് അപ്പോണാണ്. ചില സമയത്ത് 4 to 5 ഡേയ്സ് വരെ എടുക്കും. ഇത്രയും ദിവസത്തിനുള്ളിൽ നമുക്ക് കൊപ്ര തേങ്ങ വെളിച്ചെണ്ണ ആട്ടുന്നതിന് റെഡി ആയി. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ കോക്കനട്ട് ഓയിൽ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നമ്മൾ ഈ പറയുന്ന അത്ര ഒരു ഈസി ആയിട്ട് ചെയ്യുന്ന പ്രോസസ്സല്ല. ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഓൾമോസ്റ്റ് ഒരാഴ്ച വരെ എടുക്കുന്നുണ്ട് നമ്മൾ ഈ സാധനം പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളുടെ ഈ കോൾഡ് പ്രസ്ഡ് കോക്കനട്ട് ഓയിൽ നമ്മൾ കോഴിക്കോടുള്ള ഒരുപാട് ഓർഗാനിക് സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റും.